അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്നുള്ളത് നിരവധി ആളുകൾ എന്നെ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി പലവിധ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ എനിക്ക് ഒന്നും ഒരു ഗുണം കിട്ടിയില്ല എന്ന്. ഞാൻ അവരോട് പറയും, എന്നോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഗുണം കിട്ടാതെ പോകുന്നത്? പലവിധ കാരണങ്ങൾ അതിനുണ്ട്. എൻ്റെ അടുത്ത് വിളിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്: ധർമ്മമെന്നും അധർമ്മമെന്നും. ആദ്യം ചെയ്യുന്ന ഇതാണ്, ധർമ്മമോ അധർമ്മമോ എന്ന് നോക്കും. ധർമ്മത്തിലാണെങ്കിൽ മാത്രമേ ധർമ്മക്രിയകൾ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് ഗുണപ്രാപ്തി കിട്ടുള്ളൂ. അധർമ്മത്തിൽ ഉള്ളൊരാവശ്യമാണെങ്കിൽ അതിൽ അധർമ്മത്തിൻ്റെതായ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും മാറ്റം കാണുള്ളൂ. പലപ്പോഴും ഇത് ഈ രൂപത്തിലൊന്നും മാറ്റിയെടുക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി വിളിക്കുമ്പോൾ അയാളുടെ ആവശ്യത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അതാദ്യമേ പരിശോധിക്കണം. ചില വിഷയങ്ങളിലൊന്നും തീർത്തും സാധ്യത ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരു രോഗി മരിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയാൽ ഡോക്ടർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ തീർത്തും ഒന്നും ചെയ്താൽ ഗുണം കിട്ടില്ലാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ആളുകളുടെ പൈസ അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകാതെ കാര്യങ്ങൾ നോക്കി കൃത്യമായി മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വഴിയായിട്ട് പ്രയോജനപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് വിളിക്കുന്നത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇതുകൊണ്ട് തന്നെ നിർവഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത് മാത്രം മതിയായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. പക്ഷേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരും. അതാണ് അതിൻ്റെ സത്യവും. നമ്മൾ നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നതായിരിക്കില്ല അതിൻ്റെ കണക്കുകൾ നോക്കുമ്പം യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പം അതിലൂടെ ഒരു കാര്യത്തിന് ആദ്യം വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആദ്യം എന്താണ് പ്രശ്നം അത് കണ്ടെത്തുക, എന്താണ് അതിന് പ്രതിവിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർദ്ദേശിക്കുക. കൃത്യമായിട്ട് വിഷയങ്ങളെ പഠിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും ഗുണഫലം ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.